വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ട്രാവൽ വിത്ത് Tharesh. അപ്പം നമ്മൾ ഇന്നൊരു ജസ്റ്റ് ഒരു എക്സ്പെരിമെൻറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുകയാണ്. ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല, വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും സംസാരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷന്. എങ്ങോട്ടും തിരിഞ്ഞാലും കൊറോണ, വെള്ളപ്പൊക്കം, അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളുള്ളതുകൊണ്ട് തന്നെ നമ്മളിന്നൊരു എക്സ്പെരിമെൻറ്റ് വീഡിയോ എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് ആലോചിച്ചു. യൂട്യൂബിലൊക്കെ ഇപ്പോൾ ഒത്തിരി തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഡ്രോൺ ഷൂട്ട് എങ്ങനെ ചെയ്യാം, ഡ്രോൺ ഇല്ലാതെ ഡ്രോൺ ഷൂട്ട് എങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഞാനും ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഉള്ള ഒരു എക്യുപ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഇത് സംഭവം കാണുമ്പോൾ എന്തോ ഒരു സാധനമായിട്ട് തോന്നും, പക്ഷേ ഇത് സാധാരണ സെൽഫി സ്റ്റിക്ക് തന്നെയാണ്. ഇത് ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ, അതായത് നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്യാനായിട്ട് കൊച്ചിയിൽ പോയപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ ഈ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വർഷത്തിന് മേളിലായി നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. സാധാരണ സെൽഫി സ്റ്റിക്കിനെക്കാളും നല്ല രീതിയിൽ എനിക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സാധനമായിരുന്നു ഇത്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സ്റ്റെബിലൈസേഷനും കാര്യങ്ങളും ഒക്കെ ഇത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ഡ്രോൺ ഷൂട്ട്, അത് മാത്രമല്ല നമുക്ക് സാധാരണ സെൽഫി സ്റ്റിക്കിനെക്കാട്ടിലും കുറച്ചുകൂടെയൊക്കെ ഒരു ഹൈറ്റിൽ ഫോട്ടോയും വീഡിയോസും ഒക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് വളരെ നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സാധനമായിരുന്നു. ഞാൻ ഇതിൻ്റെ ലിങ്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു സമയത്ത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മളപ്പോൾ ഈ ഒരു ഡ്രോൺ ഷൂട്ട് ചെയ്യാൻ വന്നിരിക്കുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷ് വ്ലോഗ് ചെയ്ത അതേ പാലമാണ്. ചെറുകോൽപ്പുഴ കനാല് പാലം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു കനാല് പാലത്തിൽ വന്നിരിക്കുകയാണ്. നമ്മൾ ഉച്ചയ്ക്കാണ് വന്നിരിക്കുന്നത്. ഭയങ്കര വെയിൽ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഡ്രോൺ ഷൂട്ട് എങ്ങനെയാണെന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ, എൻ്റെ 1-2 സുഹൃത്തുക്കൾ വരുന്നുണ്ട്. അമ്മാരോടുകൂടി ചേർന്നിട്ട് വണ്ടിയിൽ ഡ്രോൺ ഷൂട്ട് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്ത് നോക്കാം. ഞാൻ തന്നെ യൂട്യൂബിൽ ഇപ്പോൾ എന്ത് വീഡിയോ ചെയ്യണമെന്ന് ആലോചിച്ചിരുന്നപ്പോൾ തന്നെ എന്നോടൊരു സുഹൃത്താണ്, മീഡിയ ഫീൽഡിലുള്ള ഒരു സുഹൃത്ത് തന്നെയാണ് പറഞ്ഞത്, ഇതുപോലെ ഡ്രോണിൻ്റെ എന്തെങ്കിലുമൊക്കെ എക്സ്പെരിമെൻറ്റ് വീഡിയോസ് ചെയ്യാൻ. ഇപ്പം വീട്ടിൽ ഇരിക്കുന്നവർക്ക് എന്തായാലും ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഇഷ്ടമല്ലാത്തവരായിട്ട് ആൾക്കാർ കുറവായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റ് കാര്യങ്ങളൊക്കെ നല്ലൊരു ഹെൽപ്ഫുൾ ആവട്ടെ എന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നമുക്ക് അവർ വന്നിട്ട് വീഡിയോ എങ്ങനെ നോക്കാം.
അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ഒരു ജസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റ് പോലെ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ വേറെ വീഡിയോസൊന്നും ചെയ്യാനില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ചുമ്മാ ഇറങ്ങി വീഡിയോ ചെയ്തു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതുപോലത്തെ വേറെ കുറേ എക്സ്പീരിയൻസ് ഉണ്ട്, ബി റോൾ അതുപോലെയുള്ള കുറേ എക്സ്പീരിയൻസ് വീഡിയോസ് ഉണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. മീഡിയ ഫീൽഡുമായിട്ടുള്ളവരൊക്കെ കൊളാബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ, ഇപ്പോൾ ക്യാമറയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന വീഡിയോസാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള വീഡിയോസൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.